ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ KWന്റെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ആ ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാവുന്നത്? നമുക്കറിയാം നമ്മൾ ജനറേറ്റർ എന്ന് പറയുമ്പോൾ ജനറേറ്റർ ആണ് നമുക്ക് എന്ത് തരുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തരുന്നത്. ഓക്കെ, ജനറേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി വർക്ക് ചെയ്തിട്ട് നമുക്ക് AC കറണ്ട് തരുന്നത് എന്താണ്? AC കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് പീരിയോഡിക്കലി അത് അതിന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ ഡയറക്ഷന് ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പീരിയോഡിക്കലി അത് അതിന്റെ ഡയറക്ഷന് അല്ലെങ്കിൽ പൊളാരിറ്റി എന്താക്കുന്നുണ്ട്? അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു സർക്യൂട്ടിൽ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടേംസും അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ടേംസ് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ AC കറണ്ട്. അപ്പൊ AC കറണ്ട് എന്താണെന്ന് അതാണ് കാണിക്കുന്നത്. കറണ്ട് ദാറ്റ് ഫ്ലക്ച്വേറ്റ് സിനുസോയിഡലി വിത്ത് ടൈം അറ്റ് എ ഫിക്സ്ഡ് ഫ്രീക്വൻസി. ഒരു ഫിക്സ്ഡ് ഫ്രീക്വൻസിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കറണ്ടിനെയാണ്, സിനുസോയിഡലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AC കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ. AC കറണ്ട് പറയുന്നത് കറണ്ട് ദാറ്റ് ഫ്ലക്ച്വേറ്റ് സിനുസോയിഡലി വിത്ത് ടൈം അറ്റ് എ ഫിക്സ്ഡ് ഫ്രീക്വൻസി. അതായത് ഒരു ഫിക്സ്ഡ് ഫ്രീക്വൻസിയിൽ സിനുസോയിഡലി അത് എന്താകുന്നുണ്ട്? വാരി ചെയ്യുന്നുണ്ട്. ഫ്ലക്ച്വേറ്റ് പറഞ്ഞാൽ വാരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AC കറണ്ട് എന്ന് പറയുന്നത്. Then AC voltage that fluctuate sinusoidally at a fixed സിനുസോയിഡലി വിത്ത് ടൈം അറ്റ് എ ഫിക്സ്ഡ് ഫ്രീക്വൻസി. അപ്പൊ ഗ്രാഫ് വരുമ്പോ എങ്ങനെ വരിക? ഇവിടെ ഇപ്പൊ കറണ്ടിന്റെ ആണ്, AC കറണ്ട് ആണെങ്കിൽ Y ആക്സിസിൽ കറണ്ട് വരും. ദെൻ X ആക്സിസിൽ എന്താ വരിക? നമ്മൾക്ക് T ആണ് ഉണ്ടാവുക. ടൈം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എന്താണ്? സിനുസോയിഡലി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള കറണ്ടിനെയാണ് AC കറണ്ട് എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ സിനുസോയിഡലി വേരി ചെയ്യുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AC വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് alternating current, flow of electric charge that periodically reverse direction. അതാണ് എന്ത്? നമ്മളെ AC current, alternating current എന്ന് പറയുന്നത്. Then average power എന്ന് പറയുന്നത് ടൈം ആവറേജ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് പവർ ഓവർ വൺ സൈക്കിൾ. അതായത് ഒരു സൈക്കിളിൽ ഉണ്ടാവുന്ന ടൈം ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് പവർ എന്ന് പറയുന്നത്. ടൈം ആവറേജ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ടൈം ആവറേജ് ഓവർ വൺ സൈക്കിൾ. എന്ന് പറയുമ്പോൾ അതിനൊരു പോസിറ്റീവ് ഹാഫ് ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് ഉണ്ടാവും. ഇതാണ് വൺ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വൺ സൈക്കിളിൽ ഉണ്ടാവുന്ന ടൈം ആവറേജ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് പവർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ range of angular frequencies over which the average power is greater than 1/2 the maximum value of average power.
അതായത് ആവറേജ് പവർ, അതായത് P/2 ആവറേജ് പവർ എന്ന് പറയുന്നത് P/2 അതായത് P എന്ന് പറയുന്നത് മാക്സിമം പവറിനേക്കാളും കൂടുതലാവുന്ന ആ ഒരു ആംഗുലാർ ഫ്രീക്വൻസി റേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത്. അപ്പൊ ഏത് റേഞ്ചിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ആക്കി കൺസിഡർ ചെയ്യുന്നത്? ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ എന്ന് പറയുമ്പോൾ പി ആവറേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ Pmax/2 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ആവറേജ് പവർ ഈസ് ഗ്രേറ്റർ ദാൻ 1/2 ദ മാക്സിമം വാല്യൂ ഓഫ് ദ ആവറേജ് പവർ. അതായത് ആവറേജ് പവറിന്റെ മാക്സിമം വാല്യൂ ഉണ്ടാവുമല്ലോ, അതിന്റെ 1/2 കൂടുതലായിരിക്കും ആംഗുലർ ഫ്രീക്വൻസിയിൽ എന്തുണ്ടാവുക, ആവറേജ് പവർ ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേമിലേക്ക് നോക്കാം. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ഓഫ് എ കപ്പാസിറ്റർ ടു എ ചേഞ്ച് ഇൻ കറണ്ട്. അതായത് കപ്പാസിറ്ററിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക ഒരു സർക്യൂട്ടില്. അപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത്, റെസിസ്റ്റർ എന്താക്കുന്നുണ്ട്, കറണ്ട് ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് റെസിസ്റ്റർ എന്ന് പറയുന്നത്. സെയിം വേ കപ്പാസിറ്ററിൽ എന്തുണ്ടാവുന്നുണ്ട്, കറണ്ട് ഫ്ലോക്ക് ഒരു ഒപ്പോസിഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഒപ്പോസിഷൻ, കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കറണ്ട് ഫ്ലോന്റെ ഒപ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡയറക്റ്റ് കറണ്ട്, ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. അതിനെയാണ് നമ്മൾ അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് കറണ്ട് കഴിഞ്ഞു. ദെൻ ഇംപെഡൻസ്. എന്താണ് ഇംപെഡൻസ് എന്ന് പറഞ്ഞാല്? ഇംപെഡൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസിനെ പോലെ തന്നെ, പക്ഷെ അത് ഇംപെഡൻസ് പറഞ്ഞാൽ എന്താണ്? AC analogous in a DC circuit which measure the combined effect of resistance, capacitance, reactance and inductive reactance. ഓക്കെ, അപ്പൊ ഇംപെഡൻസ് പറഞ്ഞാൽ എന്താ? ഒരു AC സർക്യൂട്ടില് അതായത് AC അനലോഗസ് ടു റെസിസ്റ്റൻസ് ഇൻ DC സർക്യൂട്ട്. DC സർക്യൂട്ടിൽ ഉണ്ടാകുന്ന AC അനലോഗസ്, അതായത് ഇപ്പൊ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഇൻഡക്ടർ, കപ്പാസിറ്റർ, ദെൻ റെസിസ്റ്റർ, 3 എലമെന്റ്സും ഒരു സർക്യൂട്ടിൽ നമ്മൾ വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, 3 ടൈപ്പ് ഓഫ് ഒപ്പോസിഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഇൻഡക്ടറിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ, കപ്പാസിറ്ററിലെ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, റെസിസ്റ്ററിലെ റെസിസ്റ്റൻസ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഒപ്പോസിഷൻ ആണ് എന്തിലുണ്ടാവുക, അങ്ങനെ ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുക. 3 എലമെന്റ്സ് ഒരു സർക്യൂട്ടിൽ വരുമ്പോൾ അപ്പോൾ ടോട്ടൽ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ 3ന്റെയും സം ആയിരിക്കും. സം എന്നാൽ ഡയറക്റ്റ് സം എന്നല്ല, അതിന്റെ റിസൾട്ടന്റ് ആണ് വരിക. ആ ഒരു റിസൾട്ടന്റിനെയാണ് 3 ടൈപ്പ് ഓഫ് ഒപ്പോസിഷന്റെ റിസൾട്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡക്ടർ മാത്രമല്ല, ഇൻഡക്ടർ മാത്രമാണ് ഒരു സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ ആ ഇൻഡക്ടറിൽ ഉണ്ടാവുന്ന ഒപ്പോസിഷൻ ഓഫ് ആ ഇൻഡക്ടർ ടു ചേഞ്ച് ഇൻ കറണ്ട്. അതായത് ഒരു ചേഞ്ചിങ് കറണ്ടിന് ഇൻഡക്ടർ ഉണ്ടാക്കുന്ന ഒപ്പോസിഷൻ ആണ് എന്തുണ്ടാക്കുന്നത്, എന്തെന്ന് പറയുന്നത്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പറയുന്നത്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒപ്പോസിഷൻ ഓഫ് കപ്പാസിറ്റർ ടു എ ചേഞ്ച് ഇൻ കറണ്ട്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ടു എ ചേഞ്ച് ഇൻ കറണ്ട് ആണ്. ഓക്കെ, റെസിസ്റ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു എന്താണ്, ഫ്ലോ ഓഫ് കറണ്ട് ആണ്. ഏത്, റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ ഇമ്പിഡൻസ് കണ്ടു, റെസിസ്റ്റൻസ് കണ്ടു, കപ്പാസിറ്റീവ് റിയാക്ടൻസ് കണ്ടു, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് phase angle, amount by which voltage and current are out of phase with each other in a circuit. അതായത് ഇപ്പൊ നമ്മള് ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് ഒരു ഫേസർ ഡയഗ്രം ഉണ്ടാവും. നമുക്കറിയാം ഫേസർ ഡയഗ്രത്തിൽ നമ്മൾ എന്താണ് നോട്ട് ചെയ്യുന്നത്, അതായത് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫേസർ ഡയഗ്രം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ആ ഒരു ഫേസർ ഡയഗ്രത്തില് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ ഉണ്ടാവും. ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. അതിപ്പോ റെസിസ്റ്ററിലാണെങ്കിൽ പറയാണ്, റെസിസ്റ്ററിലാണെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് പറയുമ്പോൾ 0 ആണ്. അതായത് ഒരു റെസിസ്റ്റീവ് എലമെന്റിലെ വോൾട്ടേജും കറണ്ടും എന്താണ്, ഇൻ ഫേസിലാണ്, അതായത് സെയിം ഫേസിലാണ്. അവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഓർക്കില്ല. കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും ഒക്കെ എന്തുണ്ട്, π/2 ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഫേസ് ആംഗിൾ കണ്ടു, ഇനി പവർ ഫാക്ടർ എന്താന്ന് നോക്കാം. നെക്സ്റ്റ് ടേം പവർ ഫാക്ടർ. പവർ ഫാക്ടർ പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ബൈ വിച്ച് ദ പവർ ഡെലിവേർഡ് ഇൻ ദ സർക്യൂട്ട് ഈസ് ലെസ് ദാൻ ദ തിയററ്റിക്കൽ മാക്സിമം ഓഫ് ദ സർക്യൂട്ട് ഡ്യൂ ടു വോൾട്ടേജ് ആൻഡ് കറന്റ് ബീയിങ് ഔട്ട് ഓഫ് ഫേസ്. അതായത് നമ്മള് പവർ ഡെലിവേർഡ് എന്ന് പറയുന്നത് എന്താവൂല, തിയററ്റിക്കൽ മാക്സിമം വാല്യൂ ആവൂല. കാരണം എന്താണ്, അതില് ഫേസ് ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾക്കൊരു റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത് എന്ന് പറയുന്നത് എന്താവൂല, മാക്സിമം വാല്യൂ ആവൂല. അങ്ങനെ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സർക്യൂട്ട് ഡ്യൂ ടു വോൾട്ടേജ് ആൻഡ് കറന്റ് ബീയിങ് ഔട്ട് ഓഫ് ഫേസ്. ഒരു ഇൻ ഫേസിലല്ലാത്തൊരു കേസ് കൊണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടൂല. അങ്ങനെ കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഫാക്ടർ. എന്താണ് ക്വാളിറ്റി ഫാക്ടർ? അപ്പോ ക്വാളിറ്റി ഫാക്ടർ എന്താന്ന് നോക്കാം. Quality factor is dimensionless quantity that describe the sharpness of peak of bandwidth. A high quality factor is sharp or narrow resonance peak. അതായത് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക, ഡയമെൻഷൻലെസ് ആണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഷാർപ്നെസ് ഓഫ് ദ പീക്ക് ഓഫ് ബാൻഡ് വിഡ്ത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എ ഹൈ ക്വാളിറ്റി high quality factor is a sharp or narrow resonance peak. അതായത് ഷാർപ്നെസ്സിനെ സിംപ്ലി പറയുമ്പോൾ ഷാർപ്നെസ്സിനെ ഡിസ്ക്രൈബ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ക്വാളിറ്റി ഫാക്ടർ എന്താണ്, ഡയമെൻഷൻലെസ് ആണ്. ഓക്കെ, നോട്ട് വെക്കുക, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആണ്. Then resonant frequency. The amplitude of current is maximum and the circuit would oscillate if okay. അപ്പോൾ റിസോണന്റ് ഫ്രീക്വൻസിയിലെ പ്രത്യേകത പറഞ്ഞാൽ എന്താണ്, ആ ഫ്രീക്വൻസിയില് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറന്റ് എന്ന് പറയുന്നത് മാക്സിമത്തിലായിരിക്കും. ആൻഡ് സർക്യൂട്ട് വുഡ് ഓസിലേറ്റ് ഇഫ് നോട്ട് ഡ്രിവൺ ബൈ എ വോൾട്ടേജ്.
ഫ്രീക്വൻസിന്റെ അതെന്താ നമ്മൾ പറഞ്ഞത്, റെസൊണന്റ് ഫ്രീക്വൻസിയിൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറന്റ് എന്ന് പറയുന്നത് മാക്സിമത്തിലാണ്. Then circuit would oscillate if not driven by a voltage source. Okay. Then next term എന്ന് പറയുന്നത് RMS current. RMS current എന്ന് പറഞ്ഞാൽ root mean square of the current ആണ്. Root mean square, root and mean then square root. Okay, RMS voltage നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അവിടെ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിലുള്ള പ്രൈമറി വൈൻഡിങ്ങിൽ V1ഉം സെക്കൻഡറി വൈൻഡിങ്ങിൽ V2 ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസിൽ എങ്ങനെ ഉണ്ടാവുക? V1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ V2 ആണ്, ബട്ട് I1 എന്ന് പറയുന്നത് ലെസ് ദാൻ I2 ആയിരിക്കും. ഓക്കെ, അതായത് ട്രാൻസ്ഫോമർ ദാറ്റ് ഡിക്രീസ് ചെയ്യും ആൻഡ് കറണ്ട് ലെവലിനെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ദെൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. എന്താ വരിക? ട്രാൻസ്ഫോമർ ദാറ്റ് ഇൻക്രീസസ് വോൾട്ടേജ്, അതായത് V1 ലെസ് ദാൻ V2 ആണ്, ദാറ്റ് ഈസ് V2 ഈസ് ഗ്രേറ്റർ ദെൻ ഡിക്രീസസ് കറന്റ്, അതായത് I2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ I1 ഗ്രേറ്റർ ദാൻ I2 ആയിരിക്കും. അതായത് ഏത് സൈഡിലാണ് വോൾട്ടേജ് കൂടുതൽ ആ സൈഡിൽ എന്തായിരിക്കും? കറണ്ട് കുറവായിരിക്കും. ദാറ്റ്സ് ഓൾ. ദെൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും നമ്മൾ കണ്ടു. നമുക്കറിയാം സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ട്രാൻസ്ഫോമർ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോം വോൾട്ടേജ് ഫ്രം വൺ വാല്യൂ ടു അനദർ യൂസിങ് ഇൻഡക്ഷൻ. അതാണ് നമ്മൾ പറഞ്ഞത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി. മ്യൂച്വൽ ഇൻഡക്ഷൻ ആയാലും സെൽഫ് ഇൻഡക്ഷൻ ആയാലും അവിടെ എന്തുണ്ട്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ എന്തുണ്ടാക്കുന്നത്? വോൾട്ടേജിന്റെ വാല്യൂവിൽ വേരിയേഷൻ ഉണ്ടാക്കുന്നത്. ദെൻ ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഷോയിങ് ദാറ്റ് റേഷ്യോ ഓഫ് സെക്കൻഡറി ടു പ്രൈമറി വോൾട്ടേജ് ഇൻ എ ട്രാൻസ്ഫോമർ ഈക്വൽസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദർ വൈൻഡിങ്സ്. അതായത് ട്രാൻസ്ഫോമർ റേഷ്യോ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് ലെവലും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള ഡിവിഷനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം V1 by V2 ഈക്വൽ ടു N1 by N2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു I2 by I1 ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത്? V1 by V2 equal to N1 by N2 equal to I2 by I1. ഇതാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദെൻ സിമ്പിൾ AC സർക്യൂട്ട്സിലേക്ക് പോവാം. സിമ്പിൾ AC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? റെസിസ്റ്റർ വരുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്. സിമ്പിൾ AC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ സിമ്പിൾ AC സർക്യൂട്ടിൽ ഏതുണ്ട്? റെസിസ്റ്റർ വരുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്. ദെൻ കപ്പാസിറ്റർ ദെൻ ഇൻഡക്ടർ. ഓക്കെ, അങ്ങനെ 3 സർക്യൂട്ടാണ് നമ്മൾ ഫെമിലറൈസ് ചെയ്യാൻ പോകുന്നത്. ദെൻ നമ്മള് ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം? നമ്മളെ
AC നമ്മളെ ഇൻപുട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു AC ജനറേറ്ററിന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ്. നമ്മൾ പറഞ്ഞു ഒരു AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി വർക്ക് ചെയ്യുന്ന ജനറേറ്റർ നമുക്ക് ലാസ്റ്റ് ഔട്ട്പുട്ടിൽ തരുന്നത് എന്താണ്, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. ആ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ആ ടോപ്പിക്കിൽ നമ്മൾ കണ്ടതാണ്. വി ഓഫ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണ് എന്തുണ്ടാവുന്നത്, ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് വോൾട്ടേജ് ടിന്റെ ടേമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. വി ഓഫ് ടി എന്ന് പറയുന്നത് വി നോട്ട് ഓഫ് സൈൻ ഒമേഗ ടി. ഓക്കെ, വി ഓഫ് ടി തിരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് അതില് വി നോട്ട് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ദെൻ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസി ആണ്, ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ദെൻ എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് AC വോൾട്ടേജ് സോഴ്സിന്റെ സിമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ AC വോൾട്ടേജിനെ ഒരു സർക്യൂട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്ററിന്റെ കാര്യം നോക്കാം. ഒരു റെസിസ്റ്റർ, നമ്മൾ ഒരു സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യാണ്. അപ്പൊ എങ്ങനെയാ ഉണ്ടാവുക, ഒരു റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തു, ദെൻ ഒരു AC സോഴ്സ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ദെൻ first consider a resistor connected across an AC voltage sources from Kirchhoff loops rule. നമുക്കറിയാം Kirchhoffന്റെ ലൂപ്പ് റൂളും കറന്റ് റൂളും നമുക്കറിയുന്നതാണ്. Kirchhoffന്റെ ലൂപ്പ് റൂൾ പ്രകാരം എന്താണ് നമ്മളെ വോൾട്ടേജ് എന്ന് പറയുന്നത് VR എന്നാണ്, സഫിക്സിലാട്ടോ. VR ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്, വി നോട്ട് സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, ആൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് കറന്റ് ത്രൂ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറന്റ് എന്ന് പറയുന്നത് V ഈക്വൽ ടു എന്താണ്, നമ്മൾ ഓംസ് ലോ പ്രകാരം IR ആണ്. സോ കറന്റ് എന്ന് പറയുന്നത് IR ഓഫ് ടി ഇൻസ്റ്റന്റേനിയസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുന്നത്. സോ IR ഓഫ് ടി എന്ന് പറയുന്നത് VR ഓഫ് ടി ഇൻറ്റു നമ്മൾ റെസിസ്റ്റർ എത്രയാണോ അതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ VR ഓഫ് ടി എത്രയാണ്, VR ഓഫ് ടി എന്ന് പറയുന്നത് V നോട്ട് ആണ് ഇൻറ്റു R. വി നോട്ട് സൈൻ ഒമേഗ ടി എന്നാണ് നമ്മൾ എന്ത് VR ഓഫ് ടി എന്ന് പറയുന്നത് ഇൻറ്റു R. അപ്പോൾ ആറിനെയും വിനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്താവും, വി നോട്ട് ഇൻറ്റു R സൈൻ ഒമേഗ ടി. ഇവിടെ ഈ വി നോട്ട് ഇൻറ്റു ആറിന് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, നമുക്കറിയാം V ഈക്വൽ ടു IR ആണെങ്കിൽ സോറി V ഈക്വൽ ടു IR ആണ്. സോ I എന്ന് പറയുന്നത് എന്താണ്, V/R ആണ്. ഇവിടെ ഒരു ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. VR ഓഫ് ടി ഡിവൈഡ് ബൈ R ഉണ്ട്, V നോട്ട് ഓഫ് ഡിവൈഡ് ബൈ R ഉണ്ട് കേട്ടോ. അപ്പോൾ IR ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, VR ഓഫ് ടി ഡിവൈഡ് ബൈ R ആണ്. Then VR of V naught sin omega t divided by R. There V naught by R എന്ന് പറയുന്നത് ചേർത്ത് എഴുതിയാൽ V naught by R sin omega t. ഈ ഒരു ടേമിന് നമ്മൾ എന്ത് ചെയ്തു, I naught എന്ന് ചെയ്തു, I naught sin omega t. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് കറന്റിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ I naught എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ്
കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. നോക്കിയേ, ഇതാണ് നമ്മളെ സർക്യൂട്ട് വന്നിട്ടുള്ളത്. നമ്മൾ സർക്യൂട്ടിലേക്ക് നോക്കിയാൽ ഇതാണ് നമ്മളൊരു എ സി സോഴ്സ് ഉണ്ട്, വി നോട്ട് സൈൻ ഒമേഗ ടി പറഞ്ഞിട്ട്. ഇത് റെസിസ്റ്റർ ആയിട്ട് നമ്മൾ സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഗ്രാഫ് നോക്കിയേ, കറന്റിന്റെയും വോൾട്ടേജും. ആ ആ ആ അപ്പോൾ സോറി, ദെൻ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ളതാണ് കാണിക്കുന്നത്. സോ വോൾട്ടേജ് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ ഓഫ് ടി വി നോട്ട് സൈൻ ഒമേഗ ടി. ദെൻ നമുക്ക് ഉറപ്പാണ് എന്തുണ്ടാവും, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വോൾട്ടേജിന് കൂടുതലും എന്താണ് കറന്റിന് കുറവാകും. കാരണം എന്താണ്, നമ്മൾ ഐ ആർ ഓഫ് ടിയിലെ ഐ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, വി നോട്ട് ബൈ ആർ. ദാറ്റ് മീൻസ് വി നോട്ട് ഗ്രേറ്റർ ദാൻ ഐ നോട്ട് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഒരു റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടില് എന്താണ്, കറണ്ടും വോൾട്ടേജും ഇൻ ഫേസിലാണ് ഉണ്ടാവുക. അവിടെ ഒരു ഫേസ് ഡിഫറൻസ് എന്തില്ല, ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ കറണ്ട് എന്ന് പറയുന്നത് ഐ നോട്ട് സൈൻ ഒമേഗ ടി. ഇത് എന്ന് പറയുന്നത് നമ്മളെ വി നോട്ട് സൈൻ ഒമേഗ ടി ആണ്. രണ്ടും തമ്മിൽ ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് ഉണ്ട്, ബട്ട് നോട്ട് ഫേസ് ഡിഫറൻസ്. ഓക്കെ, അതാണ് ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ഒരു പിക്ചറിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. റെസിസ്റ്റർ കണക്റ്റഡ് അക്രോസ് എ സി വോൾട്ടേജ് സോഴ്സ്, അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഗ്രാഫിൽ കണ്ടത് കറണ്ട് ഐ ആർ ഓഫ് ടി ത്രൂ ദ റെസിസ്റ്റർ ആൻഡ് ദ വോൾട്ടേജ് വി ആർ ഓഫ് ടി അക്രോസ് ദ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വി ആർ ഓഫ് ടിയും. ദെൻ നമ്മൾ റെസിസ്റ്റർ സോറി ഒരു എ സി സോഴ്സിനായിട്ടും നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇതിൽ അക്രോസ് ആയിട്ട് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് വി ആർ ഓഫ് ടി. ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് ആണ് എന്ത്, ഐ ആർ ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ എന്താ കണ്ടത്, ദെൻ നമ്മൾ ക്രിച്ച്ഹോഫ് റൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടു, ഐന്റെ വാല്യൂ കണ്ടു. ഐ നോട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഐ ഓഫ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കണ്ടത്, വി നോട്ട് ബൈ ആർ ഇൻറ്റു സൈൻ ഒമേഗ ടി. ദെൻ വി നോട്ട് ബൈ ആറിനെയാണ് നമ്മൾ എന്ത് ഐ നോട്ട് എന്ന് എഴുതിയത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, കാണിക്കാം. ഇവിടെ നോക്കിയേ, ഹിയർ ഐ നോട്ട് ഈക്വൽ ടു വി നോട്ട് ബൈ ആർ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ടൈം വേരിയിങ് കറണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫേസർ ഡയഗ്രം ആണ്. ഒരു എ സി സർക്യൂട്ടിൽ റെസിസ്റ്റർ മാത്രം കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്താണ് ഫേസർ ഡയഗ്രം ആണ് കാണിച്ചിട്ടുള്ളത്. നോക്കിയേ, ഫസ്റ്റത്തെ ഡയഗ്രം നോക്കിയേ, ഇതിലെന്ന് പറയുന്നത് കറണ്ടിനെ മാത്രമാണ്, കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ ആണ് ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഇതാണ് ആ ഒരു ഫേസർ. ഇതെന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് പിക്ചറിൽ എന്ന് പറയുന്നത് ഫേസർ ഡയഗ്രാം ഓഫ് ബോത്ത് ഐ ആർ ഓഫ് ടി, അതായത് ഐ ആർ കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും. ഇവിടെ നോക്കിയ കറണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം വരേക്കാണ്, വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത്രയും. അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, ബട്ട് ഫേസർ ദേ ആർ ഇൻ ഫേസിലാണ് ഉള്ളത്. ഓക്കെ, നോട്ട് ഔട്ട് ഓഫ് ഫേസ്.
ഫേസ് ഡിഫറൻസ് അവർ തമ്മിൽ എന്തില്ല, ഫേസ് ഡിഫറൻസ് ഇല്ല. ഓക്കെ, അതാണ് ഒരു എസ് സി സർക്യൂട്ടിലെ റെസിസ്റ്ററിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ട് നോക്കിയ സിൻസ് ദേ ഹാവ് സെയിം frequency and are in phase, their phasor point in the same direction and rotate together. അതായത് phasor point എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലാണ്, അതെന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഒരു എ സി സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബിഹേവിയർ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ദെൻ എങ്ങനെ വരും ഒരു കപ്പാസിറ്റർ ഒരു എ സി സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ. ഇതെന്ന് പറയുന്നത് വി നോട്ട് സൈൻ ഒമേഗ ടി, ഇതെന്ന് പറയുന്നത് സി. അപ്പോൾ ഇവിടെ ഇതിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ എന്ന് പറയുന്നത് വി സി ഓഫ് ടി എന്ന് പറഞ്ഞിട്ടൊരു വോൾട്ടേജ് ഉണ്ടാവും. ദെൻ ഒരു കറണ്ട് പാസ്, ഐ സി ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു കറണ്ട് എന്തുണ്ടാവും, പാസ് ചെയ്യുന്നത്. അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താ അറിയാം, നമ്മളെ വോൾട്ടേജ് എന്ന് പറയുന്നത് അക്രോസ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് വി സി ഓഫ് ടി എന്ന് പറയുന്നത്, വി സി ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, വി നോട്ട് സൈൻ ഒമേഗ ടി ആണ്. നമുക്കറിയാം ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്, ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ ആ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ക്യൂ ഇൻറ്റു സി ഇൻറ്റു വി ആണ് അല്ലെ. അപ്പൊ അവിടെ സി എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ്, സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്, വി എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പൊ ക്യൂ എന്താന്ന് കിട്ടി. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇവിടെ കാണാൻ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് കിട്ടി. ദെൻ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ് നമുക്ക് കാണാനുള്ളത്. നമുക്ക് ഇവിടെ ഉള്ള നമുക്ക് അറിയുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജും ദെൻ ചാർജും ആണ്. സോ നമുക്ക് അറിയാം ചാർജ് എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ്. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റന്റേനിയസ് എന്ത് കാണിക്കാം, ഇവിടെയുള്ള ഇൻസ്റ്റന്റേനിയസ് ചാർജ് എന്ന് പറയുന്നത് ക്യൂ ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ, വിന് പകരം ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് കൊടുക്കാം. ഓക്കെ, കറണ്ട് കാണുന്നതിന് മുന്നേ ഇൻസ്റ്റന്റേനിയസ് ചാർജ് കാണാം. ഇൻസ്റ്റന്റേനിയസ് ചാർജിന്റെ ഇക്വേഷൻ എന്താ, സി ഇൻറ്റു വി ആണ്. സോ സി ഇൻറ്റു വിക്ക് പകരം നമ്മൾ വി നോട്ട് സൈൻ ഒമേഗ ടി എന്ന് കൊടുക്കും, അതായത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് കൊടുത്തു. സോ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടി, ഇൻസ്റ്റന്റേനിയസ് ചാർജ് ക്യൂ ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്, സി ഇൻറ്റു വി നോട്ട് ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് അറ്റ് വിച്ച് ചാർജ് എൻറ്റേഴ്സ് ഓർ ലീവ് ദ കപ്പാസിറ്റർ, അതാണ് കറണ്ട് എന്ന് പറയുന്നത്. ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിലുള്ള കറണ്ട് എന്ന് പറയുന്നത് ദ റേറ്റ് അറ്റ് വിച്ച് ചാർജ് എൻറ്റേഴ്സ് ഓർ ലീവ് ദ കപ്പാസിറ്റർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ടിനെ നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് ടി. ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ക്യൂ ഓഫ് ടി എന്ന് പറയുന്നത് സി ഇൻറ്റു വി നോട്ട് സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. സോ ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ഓഫ് ടി ആണ് എന്ത്, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു വി നോട്ട് സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പൊ സിയും വിയും എന്താണ്, അവിടെ കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് മാറ്റി എഴുതാം. അപ്പൊ എന്ത് വരും, സി ഇൻറ്റു വി നോട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. നമുക്കറിയാം സൈൻ ഒമേഗ ടിന്റെ ഡിഫറൻഷിയേഷൻ എന്താണ്, കോസ് ഒമേഗ ടി ആണ്. സൈൻ തീറ്റേൻ്റെത് കോസ് തീറ്റ ആണ്, പക്ഷെ ഇവിടെ തീറ്റയ്ക്ക് പകരം ഒമേഗ ടി ആണ് ഉള്ളത്. അപ്പൊ എന്തുണ്ടാവും,
സി ഇൻറ്റു വി നോട്ട് ഇൻറ്റു സൈൻ ഒമേഗ ടിൻ്റെ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇൻറ്റു ഒമേഗ. അപ്പോൾ ഇവിടെ നോക്കിയ സി ഇൻറ്റു വി നോട്ട് ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞ ടേമിനെ നമ്മൾ എന്ത് ചെയ്തു, ഐ നോട്ട് എന്ന് എഴുതും. ഐ നോട്ട് ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് എഴുതും. ഇതിപ്പോ ടേം എന്ന് പറയുന്നത് കോസിലേക്ക് എടുക്കുന്നുണ്ടായി. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ എന്താണ്, നമ്മളെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതിന്റെ ടേമിലാണ്, സൈനിന്റെ ടേമിലാണ്. അപ്പൊ നമ്മൾ എങ്ങനെ കോസിലേക്ക് കറണ്ടിനെ സൈനിന്റെ ടേമിലേക്ക് മാറ്റും? നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സൈൻ പൈ പ്ലസ് സൈൻ തീറ്റ പ്ലസ് പൈ ബൈ 2 ആണ്. അപ്പൊ ഈ കോസ് ഒമേഗ ടി നമ്മൾ മാറ്റിയിട്ട് ഐ നോട്ട് ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ഈ ഒരു പൈ ബൈ 2 ഡിനോട്ട് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ ഔട്ട് ഓഫ് ഫേസ്. അതായത് വോൾട്ടേജും കറണ്ടും ഔട്ട് ഓഫ് ഫേസിലാണ് ഉള്ളത്. അതായത് കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് പൈ ബൈ 2 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇൻസ്റ്റന്റേനിയസ് കറണ്ട്, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടു, ഇൻസ്റ്റന്റേനിയസ് ചാർജ് കണ്ടു. ഇൻസ്റ്റന്റേനിയസ് ചാർജിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടു, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടു. ദെൻ നമ്മളിപ്പോ എന്താ കണ്ടത്, നമ്മളിപ്പോ ലാസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടു. അതിൽ ഐ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ഇൻറ്റു സി ഇൻറ്റു വി നോട്ട് ആണ്. നമുക്ക് എന്താ അറിയാം, നമ്മളൊരു ഓംസ് ലോ പ്രകാരം ആർ എന്ന് പറയുന്നത് വി ഈക്വൽ ടു ഐ ആർ ആയതുകൊണ്ട് ആർ എന്ന് പറയുന്നത് എന്താണ്, വി ബൈ ഐ ആണ്. അപ്പൊ ഇതിൽ നിന്ന് വി ബൈ ഐ എന്ത് കിട്ടും, വി നോട്ട് ബൈ ഐ നോട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടും, 1 ബൈ ഒമേഗ സി. ഈ 1 ബൈ ഒമേഗ സിനെയാണ് നമ്മൾ എക്സ് സി എന്ന് പറയുന്നത്. എക്സ് സി എന്ന് പറയുന്നത് എന്താണ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, ഓക്കെ മനസ്സിലായില്ലേ? നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട്, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് കണ്ടു, ദെൻ ഇൻസ്റ്റന്റേനിയസ് ചാർജ് കണ്ടു. ദെൻ നമ്മൾ രണ്ട് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജും ഇൻസ്റ്റന്റേനിയസ് ചാർജും വഴി നമ്മൾ എന്ത് കണ്ടു, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടു. ദെൻ മാക്സിമം വാല്യൂ ഓഫ് ഐ നോട്ട് എന്ന് പറയുന്നത്, ഐ കറണ്ട് എന്ന് പറയുന്നത് ഒമേഗ സി ഇൻറ്റു വി നോട്ട് ആണെന്ന് കണ്ടു. സോ നമുക്ക് ഓംസ് ലോയിൽ എന്താ, ഐ നോട്ട് ബൈ വി നോട്ട്, അതായത് ഓംസ് ലോ പ്രകാരം വി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, വി ബൈ ഐ ആണ്. സോ നമുക്ക് എന്ത്, ഈ ഒരു ഇവിടെ ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. അത് എന്ന് പറയുന്നത് എന്താണ്, വി നോട്ട് ബൈ ഐ നോട്ട് ഈക്വൽ ടു 1 ബൈ ഒമേഗ സി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ മനസ്സിലായില്ലേ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Dividing V naught by I naught, we obtain the equation that looks similar to Ohm's law. That is V naught by I naught equal to 1 by omega c equal to XC. The quantity XC, ഇവിടെ ഒരു XC ഉള്ളൂ കേട്ടോ, ഒന്ന് റിപ്പീറ്റഡ് ആയി പോയതാണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. Then XC is analogous to resistance in a DC circuit in the sense that both the quantities are ratio of voltage and current. അതായത് ഇതെന്ന് പറയുന്നത് എക്സസി ആയിട്ട് എന്താ നമുക്ക് കിട്ടിയത്, അതൊരു വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതെന്ന് പറയുന്നത് ഡി സി സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് അനലോഗ് ആയിട്ടുള്ള ഒരു ടേം ആണെന്ന് പറയാം. ആസ് എ റിസൾട്ട് ദേ ഹാവ് ദ സെയിം യൂണിറ്റ് ഓംസ്. അതായത് ഡി സി സർക്യൂട്ടിലെ
റെസിസ്റ്റൻസിന് എന്ത് യൂണിറ്റ് ആണോ ഉള്ളത് അതേ യൂണിറ്റ് തന്നെയാണ് ഇവിടെ എന്തുള്ളത് എക്സിസിക്കും, അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസിനും ഉള്ളത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഡി സി സർക്യൂട്ടിൽ ആർ എന്ന് പറയുന്നത് എന്താണ്, വോൾട്ടേജ് ബൈ കറണ്ട്. സെയിം റേഷ്യോ ആണ് ഇവിടെ എക്സിസിയിലും വരുന്നത്, വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. സോ യൂണിറ്റ് ഈസ് ദ സെയിം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഫേസ്. പക്ഷെ ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കപ്പാസിറ്റർ എന്ന് പറയുന്നത് ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഡിവൈസ് ആണ്, ഡിവൈസ് ആണ്. ദെൻ റെസിസ്റ്റർ എന്ന് പറയുന്നത് ചാർജിനെ എന്ത് ചെയ്യാണ്, ഡിസിപ്പേറ്റ് ചെയ്യാണ്. The quantity XC known as the capacitive reactance of the capacitor or the opposition of capacitor to a change in current. ഒരു ചേഞ്ച് ഇൻ കറണ്ട് എന്നുള്ള ടേം ഓർത്ത് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് അല്ലാന്ന്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഇൻവേഴ്സ്ലി ഓൺ ഫ്രീക്വൻസി ഓഫ് ദ AC സോഴ്സ്. അതായത് ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത്, ഈ കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഫ്രീക്വൻസിനെ, AC സോഴ്സിന്റെ ഫ്രീക്വൻസിനെ എന്താ ഇൻവേഴ്സ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹൈ ഫ്രീക്വൻസി ലീഡ്സ് ലോ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓർത്ത് വെക്കുക, ഹൈ ഫ്രീക്വൻസി ലീഡ്സ് ലോ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അതായത് AC സോഴ്സിന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യാം, എക്സിസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞത്, ഹൈ ഫ്രീക്വൻസി ലീഡ്സ് ടു ലോ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അതെന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഓഫ് AC സോഴ്സ് ആണ്. ഓക്കെ, ദെൻ ഗ്രാഫും ഡയഗ്രം നോക്കാം. ഇതാണ് നമ്മളെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റർ ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നോക്കിയേ, നമ്മളെ കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ഗ്രാഫാണ് ഈ കാണിക്കുന്നത്. നമുക്ക് കിട്ടിയത് എന്താണ് ചോദിച്ചാൽ VC ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, V0 സൈൻ ഒമേഗ ടി എന്നാണ്. ദെൻ IC ഓഫ് ടി എന്തായിരുന്നു, മാറ്റി എഴുതാം. ഓക്കെ, VC ഓഫ് ടി എന്ന് പറയുന്നത് V0 സൈൻ ഒമേഗ ടിയും IC ഓഫ് ടി എന്ന് പറയുന്നത് I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ്. പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ ലീഡ് ആണ് അവിടെ കാണിക്കുന്നത്, അതായത് π/2 ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ ഗ്രാഫിൽ നോക്കിയേ, ഇവിടെ 0 പൊസിഷനില് വോൾട്ടേജിന്റെ വാല്യൂ, ഇതെന്ന് പറയുന്നത് വോൾട്ടേജിന്റെ ഗ്രാഫ്. അതെ, വോൾട്ടേജിന്റെ ഗ്രാഫ് 0-യിൽ കിടക്കുമ്പോൾ കറണ്ടിന്റെ ഗ്രാഫ് എവിടെയാണ് കിടക്കുന്നത്, മാക്സിമത്തിലാണ് കിടക്കുന്നത്. അതാണ് വോൾട്ടേജ്. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ π/2. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ π/2 റേഡിയൻ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്ത് കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കപ്പാസിറ്റർ കണക്റ്റഡ് അക്രോസ് an AC generator, then current IC of T through the capacitor and voltage VC of T across the capacitor. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നോട്ടീസ് ദാറ്റ് IC of T leads VC of T by π/2 റേഡിയൻ. ഓർത്ത് വെക്കുക, ബൈ π/2 റേഡിയനില് കപ്പാസിറ്ററിൽ എന്താണ് കറണ്ട് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, the current through a capacitor leads the voltage across the capacitor by π/2. സോറി, ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്.
or a quarter of a cycle. Okay. Corresponding phasor diagram നോക്കാം. ഫേസർ ഡയഗ്രാം നോക്കിയേ, വോൾട്ടേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, കറണ്ട് ഒരു തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് π/2. ഓക്കെ. റൊട്ടേഷൻ എന്ന് പറയുന്നത് സെയിം വേലാണ്. ദെൻ കറസ്പോണ്ടിങ് ഫേസ് ഡയഗ്രാം ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഹിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ IC of T and VCT represented by having their phase rotate at the same angular frequency with current phasor leading π/2. സെയിം ആംഗുലർ ഫ്രീക്വൻസി ആണ്, പക്ഷെ കറണ്ട് എന്ന് പറയുന്നത് ലീഡ്സ് വോൾട്ടേജ് ബൈ π/2 റേഡിയൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, കറണ്ട് ഫേസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഫേസിന് π/2 റേഡിയനിൽ എന്താക്കുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ബോത്ത് റൊട്ടേറ്റ് വിത്ത് സെയിം ആംഗുലർ ഫ്രീക്വൻസി. സെയിം ആംഗുലർ ഫ്രീക്വൻസിയിലാണ് എന്താ കറണ്ടും വോൾട്ടേജും എന്താ ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ സാധാരണ എന്താണ് പീക്ക് വാല്യൂസ് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്, കറണ്ടും വോൾട്ടേജും പറയല്. അതായത് I0ന്റെയും V0ന്റെയും ടേമിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് AC അല്ലേ. AC എന്ന് പറയുമ്പോൾ ആവറേജ് എടുക്കുമ്പോൾ എന്താ വരിക, 0. ഈ സെയിം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾസ് ആണ് വരുന്നത്. അതായത് പെർ സൈക്കിളിൽ തന്നെ പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും എന്താണ്, സെയിം ആണ്. സോ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ എന്താ, ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ആവറേജ് എന്താ വരിക, 0 ആണ് വരിക. അപ്പോൾ ദെൻ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ ഒരു പുതിയ ഒരു ടേം വരുന്നതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ 0 ആവറേജ് എടുക്കുമ്പോൾ എന്ത് വരും, 0 എന്ന് വരും. So we often use a second convention called the root mean square value of or RMS value of value. അതെന്തുകൊണ്ടാണ്, ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ എന്തായി 0 വരുന്നത് കൊണ്ടാണ്. So voltage in the RMS operates in reverse of trigonometry. First you square the function, next you take the mean and then you find the square root. അതിനെയാണ് നമ്മൾ RMS value എന്ന് പറയുന്നത്. RMS വാല്യൂവിൽ എന്താ പറയുന്നത്, ആദ്യം ഒരു സ്ക്വയർ, ദെൻ മീൻ, ദെൻ സ്ക്വയർ റൂട്ട്. ദെൻ പറയുന്നത് എന്താ നോക്കിയാൽ, ആസ് എ റിസൾട്ട് ദ RMS വാല്യൂ ഓഫ്, എന്താ പറയുന്നത്, ആസ് എ റിസൾട്ട് ദ RMS വാല്യൂ ഓഫ് കറന്റ് ആൻഡ് വോൾട്ടേജ് ആർ നോട്ട് 0. എന്തായാലും ആവറേജ് വാല്യൂ എന്താവൂല, 0 ആവൂല. അപ്ലയൻസ് ആൻഡ് ഡിവൈസ് ആർ കോമൺലി quoted with RMS value for their operation rather than peak values. സാധാരണ അപ്ലയൻസിലൊക്കെ കൊടുത്തിട്ടുണ്ടാകുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, RMS വാല്യൂ ആണ്, നോട്ട് പീക്ക് വാല്യൂ. വി ഇൻഡിക്കേറ്റ് RMS വാല്യൂ വിത്ത് സബ്സ്ക്രിപ്റ്റ് അറ്റാച്ച്ഡ് ടു എ ക്യാപിറ്റൽ ലെറ്റർ. അതായത് IRMS എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, RMS വാല്യൂ ഡിനോട്ട് ചെയ്യുക. ഓക്കെ. Although a capacitor basically an open circuit, an RMS current or the root mean square of the current appears in a circuit with an AC voltage applied to a capacitor. Okay. അപ്പോൾ IRMS കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. IRMS എന്ന് പറയുമ്പോൾ I0 ഡിവൈഡ് ബൈ √2. അതായത്
IRMS എന്ന് പറയുന്നത് I maximum value divided by √2 ആണ് IRMS. സെയിം VRMS എന്താണ്? Vmax divided by √2 ആണ്. നമുക്കറിയാം Vmax എന്ന് പറയുന്നത് V0 ആണ്. സോ V0 by √2. Then Imax എന്ന് പറയുന്നത് I0 ആണ്. Then I0 by √2. അതാണ് നമ്മളെന്ത് RMS value of current and voltage. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. I0 is the peak current in a AC system. The RMS voltage or root means square of voltage എന്ന് പറഞ്ഞാൽ V0 by R0 √2 ആണ്. V0 എന്ന് പറയുന്നത് peak value ആണ്. The RMS current appears because the voltage is continually reversing, charging and discharging the capacitor. അതായത് RMS വാല്യൂ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. നമ്മളൊരു കപ്പാസിറ്ററിൽ എന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സിംഗും നടക്കുന്നുണ്ട്, ചാർജിങ് നടക്കുന്നുണ്ട്, ഡിസ്ചാർജിങ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇഫ് ദ ഫ്രീക്വൻസി ഗോസ് ടു 0 വിച്ച് വുഡ് ബി എ DC voltage, xt tends to infinity and the current is 0 once the capacitor is charged. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി 0 എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു DC വോൾട്ടേജ് ആയിട്ട് മാറും. അതായത് DC-യിൽ എന്താണ് XC എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ഫ്രീക്വൻസി if frequency is 0 നമുക്കറിയാം XC എന്ന് പറഞ്ഞാൽ എന്താണ് 1/ω C ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് ഒമേഗ 2πf ആണെന്ന് നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ 1/2πfc ആണ് എന്ത് നമ്മളെ XC എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഫ്രീക്വൻസി 0 ആവും. അപ്പൊ 0 എന്ന് പറയുമ്പോ എന്താണ് 1/0. ഇത് 0 ആയാലും 0 1/0 ഇൻഫിനിറ്റി. അതായത് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകും ചാർജ്. ഓക്കെ, ഇത് ഹൈ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്
ഹൈ ഫ്രീക്വൻസി പറയുമ്പോൾ ഇതുപോലെ നമ്മൾ എക്സ് സി എന്താണ് 1/2π ആണല്ലോ. അപ്പോൾ എഫ് എന്ന് പറയുമ്പോൾ ഹൈ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻഫിനിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ 1/∞ എന്താണ് 1/0 എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. സോ 1/∞ എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് കപ്പാസിറ്റർ റിയാക്ടൻസ് ടെൻസ് ടു 0. അതായത് ഇൻഫിനിറ്റി വരുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ആൻഡ് ഡസ് നോട്ട് ഇംബെഡ് ദ കറന്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ സിമ്പിൾ വയർ. അതായത് അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ എന്താണ് അത് കറന്റിന് കറന്റ് ചേഞ്ച് കറന്റിന്റെ ഫങ്ഷൻ അവിടെ എന്ത് ചെയ്യും ഒപ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോട്ട് ഇംബെഡ് ദ കറന്റ് ആൻഡ് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ സിമ്പിൾ വയർ. അപ്പൊ ഹൈ ഫ്രീക്വൻസിയിൽ എന്താ വരിക, റിയാക്ടൻസ് 0 ആവും. ദെൻ ലോ ഫ്രീക്വൻസിയിൽ എന്ത് വരും, കറന്റും 0 ആവും. അതാണ് ഫ്രീക്വൻസി ഡിഫറൻസിൽ എന്തുണ്ടാകുന്ന കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഡക്ടർ ആണ്. ഇൻഡക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഒരു എ സി സോഴ്സിൽ നമ്മൾ ഇൻഡക്ടർ കണക്ട് ചെയ്യാണ്. സോ ഇൻഡക്ടർ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് VL ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ V0 ഓഫ് സൈൻ ഒമേഗ ടി നേരത്തെ കണ്ടുപോലെ തന്നെ. ദെൻ EMF എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇൻഡക്ടറിൽ എന്തുണ്ടാവും, കോയിലില് കറന്റ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ അവിടെ എന്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി എന്തുണ്ടാവും, EMF ജനറേറ്റ് ചെയ്യും, EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം E എന്ന് പറയുന്നത് dϕ/dt ആണ്. ആ dϕ/dt നമുക്ക് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. അതായത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ടേമിലുള്ള ഇക്വേഷൻ ആണ് E എന്ന് പറയുന്നത് എന്ത് -L × dI/dt എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ V ഓഫ് ടി നമുക്ക് എന്ത് എഴുതാം, ഈ ഒരു ഇക്വേഷന്റെ ടേമിൽ നമ്മൾ എന്ത് VL ഓഫ് ടി നമ്മൾ L × dI/dt ഓഫ്, ഓക്കെ അങ്ങനെ എഴുതാം. ദെൻ VL ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, L × d/dt ഓഫ് IL ഓഫ് ടി എന്ന് എഴുതാലോ. Because if consider the voltage from the loop must equal to 0, the voltage gain from the AC source must dissipate through the inductor. Therefore, connecting this with the AC voltage source, we have circuit d/dt of IL of t എന്ന് പറയുന്നത് എന്താണ്, V0/ωt. ഇതെങ്ങനെ വന്നത്, ടി എന്ന് പറയുന്നത് എന്താണ്, V0 sin ωt equal to L × d/dt of IL of t. ദെൻ L ഇപ്പുറം പോകുമ്പോൾ വന്നതാണ് ഇത്. എങ്ങനെ d/dt of IL of t എന്ന് പറയുന്നത് V0/L × sin ωt. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. ദെൻ ഇതാണ് നമ്മൾ സർക്യൂട്ടും കറസ്പോണ്ടിങ്
അപ്പോൾ നോക്കിയാൽ നമ്മൾ സർക്യൂട്ടും അതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫും വി എൽ എന്ന് പറയുന്നത് വി നോട്ട് സൈൻ ഒമേഗ ടി, ദെൻ ഐ നോട്ട് എന്ന് പറയുന്നത് ഐ എൽ ഓഫ് ടി എന്ന് പറയുന്നത് ഐ നോട്ട് സൈൻ ഒമേഗ ടി. ഇതെങ്ങനെയാ വരുന്നത്? നമ്മൾ മേലെ കണ്ട ഇക്വേഷന് നമുക്ക് എന്താണ് മുകളിൽ നോക്കിയ ഇക്വേഷനാ ഇത് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഐ എൽ ഓഫ് ടി ആണ്. സോ എന്താക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ എൽ ഓഫ് ടി കിട്ടും. കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുത്ത് സൈൻ ഒമേഗ ടിൻ്റെത് എന്താണ്? മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ ഉണ്ടാവും. ദെൻ ഈ വി നോട്ട് എൽ ഒമേഗ ആണ് എന്ത്? ഐ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വി നോട്ട് എൽ ഒമേഗ ഈക്വൽ ടു ഐ നോട്ട്. നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ വിന്റെയും ഐന്റെയും റേഷ്യോ എടുക്കാം. അതായത് വി നോട്ട് ബൈ ഐ നോട്ട് എന്ന് പറയുമ്പോൾ വി നോട്ട് ബൈ ഐ നോട്ട് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? എൽ ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓംസ് ലോന്റെ റിലേഷൻ പോലെ തന്നെയാണ്. വോൾട്ടേജ് കറണ്ടും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള ഒപ്പോസിഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് ഓംസ് ലോയിൽ എന്താണ് പറയുന്നത് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. സോ ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഓം തന്നെയാണ്. കാരണം അതെന്ന് പറയുന്നത് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും റേഷ്യോ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ് എൽ എന്ന് പറയുന്നത്, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു ഇക്വേഷൻ എന്തായിരുന്നു? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താണെന്ന് കണ്ടു. സോ നമ്മൾ ഐ എൽ ഓഫ് ടിന്റെ ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഐ എൽ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? വി നോട്ട് എൽ ഡിവൈഡ് ബൈ ഒമേഗ ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ എന്താക്കും? കോസിനെ ഇനി സൈനിന്റെ ടേമിലേക്ക് മാറ്റുമ്പോൾ ഈ മൈനസും വന്നിട്ട് നമുക്ക് വി നോട്ട് എൽ ഡിവൈഡ് ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 5/2. നമ്മളിപ്പോ ഇതിന് ഒമേഗ ടി പ്ലസ് 5/2 ആണ് ചെയ്യുക. പക്ഷെ ഈ മൈനസ് വന്നിട്ട് ഇവിടെ മൈനസ് ഒമേഗ ടി മൈനസ് 5/2 എന്നാവും. ഓക്കെ, ടി മൈനസ് 5/2. അപ്പൊ രണ്ട് ഇക്വേഷൻ, നമുക്ക് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്? വോൾട്ടേജ് വി നോട്ട് എന്ന് പറയുന്നത് വി എൽ ഓഫ് ടി എന്ന് പറയുന്നത് വി നോട്ട് എൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ വി നോട്ട് സൈൻ ഒമേഗ ടി. ഈ ഒരു ടേമിനെ നമ്മൾ ഐ നോട്ട് എന്ന് മാറ്റി എഴുതും. സോ ഐ എൽ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഐ എൽ ഓഫ് ടി ഈക്വൽ ടു ഐ നോട്ട്. നമ്മൾ കോസിനെ മാറ്റിയിട്ട് നമ്മൾ അങ്ങനെ എഴുതിയത് സൈൻ ഒമേഗ ടി മൈനസ് 5/2. ഇപ്പൊ നോക്കിയേ, ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് നോക്കിയേ, വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താവുന്നുണ്ട്? അവിടെ വോൾട്ടേജും കറണ്ടും തമ്മിൽ എന്തുണ്ട്? ഒരു 5/2 ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടത് പ്ലസ് 5/2 എന്നാണ്. അതായത് എന്താണ്? കറണ്ട് ലീഡ് ചെയ്തതാണ്. ഏതില്? ലീഡ് വോൾട്ടേജ് ബൈ 5/2. അതെന്ന് പറയുന്നത് കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ. ഇവിടെ എന്ന് പറയുന്നത് മൈനസ് 5/2 ആണ്. അതായത് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടില് കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ലാഗ് ചെയ്യാണ്. അതായത് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ 5/2 റേഡിയൻ. ഓക്കെ, അതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത്, ഈ ഒരു ഗ്രാഫിൽ കാണുന്നത്. സോറി,
ഗ്രാഫ് നോക്കിയേ, ഇതില് ഈ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് എന്ത്, കറണ്ടിൻ്റെതും, ദെൻ ഈ ബ്രൗൺ കളറിലുള്ളത് വോൾട്ടേജും ആണ്. സോ എന്ത് നോക്കിയ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് കറണ്ട് ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ 0 വോൾട്ടേജ് മാക്സിമം വാല്യൂല് വരുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 0 വാല്യൂലാണ്. ദാറ്റ് മീൻസ് കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ π/2 റേഡിയൻ. ഓക്കെ, മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് എന്താ നോക്കാം. ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Inductor connected across an AC generator, then current IL of T and through the inductor and voltage VL of T across the inductor is there. Then IL of T, L of T lags VL of T by π/2 radian. The current IL of T is found by integrating the equation. ഞാൻ നേരത്തെ കാണിച്ചു. ആ ഒരു ഇന്റഗ്രേഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. AL of T equal to minus V0 omega L into cos omega T. Then ആ മൈനസും കോസിന്റെ സൈനിലേക്ക് മാറ്റിയിട്ടുണ്ടാവുമ്പോൾ omega T minus π/2. നമ്മൾ കോസ് ഒമേഗ ടിനെ മാറ്റുമ്പോൾ എങ്ങനെ വരിക, സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്നാ വരിക. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് എന്ത് പറയുന്നത്, സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്ന് വരുന്നത്. ഓക്കെ, ഇതൊക്കെ π/2 ആണ് കേട്ടോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, സോറി. then നമ്മൾ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത ഇക്വേഷൻ കണ്ടു. അവിടെ V0 ഒമേഗ L ആണ് എന്ത് I0 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് ഓംസ് ലോയിലാണ്, ഓംസ് ലോന്റെ ഫോമിലാണ്. അതിനെയാണ് നമ്മൾ XL എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അതെന്ന് പറയുന്നത് സെയിം റെസിസ്റ്ററിന്റെ അതേ സെയിം യൂണിറ്റിലാണ് വരുന്നത്. നോട്ട് XL varies directly as the frequency of AC source. ഹൈ ഫ്രീക്വൻസി കോസ് ഹൈ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, അത് ഇൻവേഴ്സിലി കപ്പാസിറ്റീന്റെ കേസിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉള്ളത്. ദെൻ ഇൻഡക്ടറിന്റെ കേസിൽ ഡയറക്റ്റ് റിലേഷൻ ആണ് എന്ത് ഫ്രീക്വൻസിനായിട്ടുള്ളത്. അത് നമുക്ക് ആ ഒരു ഇക്വേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് എന്താ അറിയാ, എക്സ് സി എന്ന് പറയുന്നത് എന്താണ്, 1/ωc അല്ലെങ്കിൽ 1/2πfc എന്നാണ് അല്ലെ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എക്സ് സി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫ് എന്ന്. ദെൻ നമ്മൾ ഇൻഡക്ടറിന്റെ കേസിൽ നമ്മളെ ഇക്വേഷൻ എന്താണ് വരുന്നത്, XL equal to omega into L, that is 2πf into L. That means in the XL directly proportional to F. Okay. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Not the XL varies directly as the frequency of AC source. That means high frequency cause high inductive reactance. Okay, F is difference of π/2 radian occurs between current through and voltage across the inductor. Okay. Then phasor diagram ആണ് നെക്സ്റ്റ് കാണിക്കാനുള്ളത്. നോക്കിക്കേ, phasor diagramത്തിൽ എന്താ കാണിക്കുന്നത്, കറണ്ട് എന്ന് പറയുന്നത് π/2 റേഡിയൻ ലാഗ് ചെയ്തിട്ടുള്ളതാണ്. ലാഗ് ചെയ്ത് phasor diagram ആണ് ഈ കാണിക്കുന്നത്. നമുക്കറിയാം ഇവിടെ I0 എന്ന് പറയുന്നത് I0 എന്ന് പറയുന്നത് എന്തായിരുന്നു, V0 into L
ഡിവൈഡഡ് ബൈ ഒമേഗ ആണ്. സോ നമുക്ക് എന്താ അറിയാം, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, I0 വോൾട്ടേജിനേക്കാളും മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ദെൻ അതെന്ന് പറയുന്നത് 5/2 റേഡിയനില് ലാഗ് ചെയ്തിട്ടാണ് വരുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കറന്റ് ഫേസ് ലാഗ്സ് വോൾട്ടേജ് ഫേസ് ബൈ 5/2 റേഡിയൻ ആസ് ദേ ബോത്ത് റൊട്ടേറ്റ് വിത്ത് സെയിം ആംഗുലർ ഫ്രീക്വൻസി. സെയിം ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയിൽ തന്നെയാണ് എന്തായാലും വോൾട്ടേജും കറന്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റില് ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ ഈസ്, an AC generator produce an EMF 10 volt at a frequency F equal to 60 Hz. Determine voltage across the current through the circuit element when generator is, അതായത് സർക്യൂട്ടിലുള്ള വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യാനാണ് പറയുന്നത്. വെൻ ജനറേറ്റർ ഈസ് കണക്റ്റഡ് ടു 100 ohm റെസിസ്റ്റർ, ദെൻ ബി എന്ന് പറയുന്നത് 10 മൈക്രോഫാരഡ് കപ്പാസിറ്റർ, ദെൻ സി എന്ന് പറയുന്നത് 15 മില്ലി ഹെൻറി ഇൻഡക്ടർ. അപ്പൊ വേഗം നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, 10 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. വി ടി എന്ന് പറയുന്നത് V0 സൈൻ ഒമേഗ ടി ആണ്. എഫ് എന്ന് പറയുന്നത് 60 ആണ് തന്നിട്ടുണ്ട്. സോ ഒമേഗ എന്ന് പറയുമ്പോൾ 2π എഫ് ആണ്. എഫിന് പകരം എന്താണ് 2π × 60. സോ ഒമേഗ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി, ഒമേഗ ഈക്വൽ ടു 120π എന്നാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 10 വോൾട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. സോ വി ഓഫ് ടി എന്ന് പറയുന്നത് 10 വോൾട്ട് സൈൻ 120π ഓഫ് ടി എന്നാണ്. ഓക്കെ, അതാണ് ഇവിടെ ഒമേഗന്റെ വാല്യൂ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്കറിയാം എല്ലാത്തിനും അക്രോസ് ഒരു AC വോൾട്ടേജ് ഏത് എക്യുപ്മെന്റ്സിന് അക്രോസും എന്താണ് വോൾട്ടേജ് സെയിം ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വി ഓഫ് ടി എന്ന് പറയുന്നത് VR of t equal to VC of t equal to VL of t എന്ന് പറയുന്നത് 10 വോൾട്ട് സൈൻ 120π of t ആണ്. ദെൻ ഫസ്റ്റ് കേസിൽ നമ്മൾ 100 ohm റെസിസ്റ്റർ എടുക്കുമ്പോൾ I എന്ന് പറയുന്നത് V0/R എന്ന് പറയും. സോ 10 വോൾട്ട് ഡിവൈഡ് ബൈ R എന്ന് പറയുന്നത് എന്താണ്, 100 ആണ് തന്നിട്ടുണ്ട്. V0 എന്ന് പറയുന്നത് 10 ആണ് നമുക്കറിയാം. സോ 10 വോൾട്ട് ഡിവൈഡ് ബൈ 100 ohm എന്ന് പറയുമ്പോൾ 0.10 ആംപിയർ എന്ന് നമുക്ക് ഫസ്റ്റ് കേസിൽ കിട്ടി. സോ ഇനി നെക്സ്റ്റ് നോക്കാം. അപ്പൊ IR of t എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അപ്പൊ I0 ആണ് നമുക്ക് കിട്ടിയത്. സോ IR of t എന്ന് പറയുമ്പോൾ IR of t നമ്മൾ 0.10 ആംപിയർ സൈൻ 120π t എന്ന്. അപ്പൊ റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജും കറണ്ടും നമ്മൾ കണ്ടു. സോ ദെൻ ഇനി നെക്സ്റ്റ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ എക്സ് സി എന്ന് പറയുന്നത് 1/ωc ആണ്. സോ ഒമേഗ എന്ന് പറയുന്നത് 120 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 10 × 10 മൈക്രോഫാരഡ് ആണ്. മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മൾ 10⁻⁻6 ഇൻറ്റു ചെയ്യും. സോ ദ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, ഇവിടെ നോക്കിക്കേ, ഈ 1/120 × 10 × 10⁻⁻6 ആണ്. ഈ 10⁻⁻6 മുകളിൽ പോയിട്ട് എന്താവും, 10⁻⁶ ഇവിടെ 10ഉം അപ്പൊ ഇവിടെ 10⁻⁴. ദെൻ ആൻസർ 265 ohm എന്ന് വരും. ഓക്കെ, ഇവിടുത്തെ 10ഉം ഇതിലൊരു 10ഉം ക്യാൻസൽ ആയി. ഈ 10⁻⁶ ബാക്കി എന്തുണ്ടാവുള്ളൂ, 10⁻⁴ ആണ് ഉണ്ടാവുക. അതായത് 10,000 ഡിവൈഡ് ബൈ 12, ദാറ്റ് മീൻസ് 265 ohm എന്ന് കിട്ടും. ദെൻ I0 എന്ന് പറയുന്നത് V0 ഡിവൈഡ് ബൈ XC ആണ്. സോ I0 ഈക്വൽ ടു V0 എന്താണ്, 10 ഡിവൈഡഡ് ബൈ ഇവിടെ ഡിവിഷൻ ആണ്, 10 വോൾട്ട് ഡിവൈഡ് ബൈ 265 ohm ആണ്. ദെൻ ആൻസർ 3.8 10⁻⁻2 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അതാണ് ഓടിച്ചിട്ട് വിടുന്നത്.
ഈക്വൽ ടു 10 വോൾട്ട് I0 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് 265 ഓം. ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ 3.8 ഇൻറ്റു 10⁻⁻² ആംബിയർ എന്ന് കിട്ടും. ദെൻ നമുക്ക് എന്താണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് കറണ്ട് വാല്യൂ I0 പകരം പുട്ട് ചെയ്യുന്നു. സോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് 3.8 10⁻⁻² ആംബിയർ സൈൻ 120 പൈ ടി. ഇത് കപ്പാസിറ്റീവ് സർക്യൂട്ട് ആകുമ്പോൾ എന്താണ് π/2 ലീഡ് ഉണ്ട്, അതാണ് ഇവിടെ പ്ലസ് π/2 വന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? ഇൻസ്റ്റന്റേനിയസ് കറണ്ടും കിട്ടി. ദെൻ ഇനി എക്സെല്ലിന്റെ കേസിൽ എക്സെൽ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ എൽ ആണ്. ഒമേഗ എല്ലിൽ ഒമേഗ എന്ന് പറയുന്നത് 120 ആണ്. ദെൻ എൽ എന്ന് പറയുന്നത് 15 മൈക്രോ ഹെൻറി ആണ്. സോ മില്ലി ഹെൻറി ആണ്. സോറി, മില്ലി ഹെൻറിക്ക് പകരം മില്ലിക്ക് പകരം നമ്മൾ 10⁻³ കൊടുക്കും. സോ നമുക്ക് എന്ത് വരും? 125 ഇൻറ്റു 15 ഇൻറ്റു 10⁻³ അതിന്റെ വാല്യൂ ആണ് 5.7 ഓം എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സെല് കിട്ടി. എക്സെല് കിട്ടിയാൽ I0 ഇങ്ങനെ കാണാം. I0 എന്ന് പറയുമ്പോൾ V0 ഡിവൈഡഡ് ബൈ എക്സെല്. സോ അതാണ് ഇവിടെ 10 വോൾട്ട് ഡിവൈഡ് 5.7. സോ നമുക്ക് I0 1.8 എന്ന് കിട്ടി. ദെൻ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് I0 പകരം 1.8 പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1.8 ആംബിയർ സൈൻ 120 പൈ ടി മൈനസ് π/2. -π/2 വരാൻ കാരണം എന്താണ്? ഇതൊരു ഇൻഡക്റ്റീവ് ഇൻഡക്ടർ ആണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് ലാഗ് ബൈ π/2 അല്ലേ? ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ പറയാനുള്ള എന്ന് പറയുന്നത് ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. The peak current has different value depending on the reactance. The reactance for each device depends on the values of resistance, capacitance, inductance. അതായത് എന്താ പറഞ്ഞു വെച്ചാല് വോൾട്ടേജ് എല്ലാത്തിലും സെയിം ആണ്. അതിലുണ്ടാകുന്ന പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് റിയാക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? വാല്യൂസ് ഓഫ് റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും വാല്യൂവിനെയാണ്. സോറി, റെസിസ്റ്റൻസും റെസിസ്റ്റർ അല്ല, റെസിസ്റ്റൻസ് നോട്ട് കപ്പാസിറ്റർ, ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ്, ആൻഡ് നോട്ട് ഇൻഡക്ടർ, ഇറ്റ് ഈസ് ഇൻഡക്ടൻസ്. അതായത് സിയുടെയും എല്ലിന്റെയും ആറിന്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? I0 ഉണ്ടാവുക. ഓക്കെ, I0 അല്ല എക്സ് ഉണ്ടാവുക. അതായത് റിയാക്ടൻസ് ഉണ്ടാവുന്നത് റിയാക്ടൻസിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പീക്ക് വാല്യൂ ഓഫ് I. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ MCQs ചെയ്യാം. ഓക്കെ.